ഇത് നമ്മൾ ശംഖുപുഷ്പം വെച്ചിട്ട് ഡ്രൈ ഫ്ലവർ വെച്ചിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് വാഷാണ് കാണിക്കുന്നത്. ബേസ് ഇല്ലാതെ പെട്ടെന്ന് നമുക്ക് ഫേസ് വാഷ് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഇതെല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അധികം ഇൻഗ്രീഡിയൻസ് ഇല്ലാത്തതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇനിയും ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിനകത്ത് കുറച്ചും കൂടെ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. നമുക്ക് എവിടെ നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നമുക്ക് സെൽഫ് യൂസിന് ചെയ്യാവുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ബട്ട് ബേസ് യൂസ് ചെയ്യാതാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ആദ്യം തന്നെ ആൽക്കഹോൾ സ്പ്രേ ചെയ്തിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് തുടച്ചെടുക്കണം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നല്ല ഒരു എന്താ പറയണ്ട മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യാവുള്ളൂ. ഒന്നെങ്കിൽ നല്ല സ്റ്റീല് അല്ലെങ്കിൽ നല്ല പ്ലാസ്റ്റിക്. അപ്പോൾ വൈപ്പ് ചെയ്യുന്ന തുണിയും എല്ലാം നിങ്ങൾക്ക് ടിഷ്യൂ ഉപയോഗിക്കണമെങ്കിൽ ടിഷ്യൂ ഉപയോഗിക്കും. ഞാൻ ഉപയോഗിക്കുന്നത് സ്റ്റെറൈലായിട്ടുള്ള തുണിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ മെഷർ ചെയ്യുന്നത് 2 ഗ്രാം ശംഖുപുഷ്പത്തിൻ്റെ ഡ്രൈ ഫ്ലവറാണ്. ഡ്രൈ ഫ്ലവർ ഇട്ടിട്ടുള്ളതാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമുക്കതൊരു 2 ഗ്രാം ഉണക്കി പൊടിച്ചത്, 2 അല്ലെങ്കിൽ 1 ഗ്രാം ആയാലും മതി. നമുക്ക് ആ ഒരു കളർ കിട്ടാം. ഇതിപ്പോൾ 100 ഗ്രാമിൻ്റെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ 1 ഗ്രാമിനെ എടുക്കുന്നുള്ളൂ. 1 to 2 ഗ്രാം നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കുക. നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫേസ് വാഷിന് ഇൻഗ്രീഡിയൻ്റ് ആണ് മെഷർ ചെയ്യുന്നത്. ആദ്യം മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് വാട്ടർ മെഷർ ചെയ്തെടുക്കാം. നമുക്കൊരു 75 ഗ്രാമോളം വേണം. കാരണം നമ്മളിതൊന്ന് ബോയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 70 തൊട്ട് 80 നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ നമ്മളതിനെ ഒന്ന് ബോയിൽ ചെയ്യുമ്പോൾ അത് വറ്റിയൊക്കെ പോകത്തില്ല. അപ്പോൾ നമുക്കൊരു 70 ഗ്രാം എടുക്കാം. ഇനി അടുത്ത് നമുക്ക് ഈ ഒരു പൗഡർ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ കളർ നാച്ചുറലായിട്ടുള്ള കളർ കണ്ടില്ലേ? ഈ കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് ചൂടാക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനെ ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. നമുക്ക് അത് ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് സാന്തങ്കം മെഷർ ചെയ്തെടുക്കാം. സാന്തങ്കം നമുക്ക് ക്ലിയർ ആണ് വേണ്ടത്. 2 ടൈപ്പ് ഉണ്ട്, സോഫ്റ്റും ഉണ്ട് റെഗുലറും ഉണ്ട്. നമുക്ക് സോഫ്റ്റ് ആൻഡ് ക്ലിയർ ആണ് വേണ്ടത്. കാരണം അതാണ് കോസ്മെറ്റിക് ഗ്രേഡിൽ. നമുക്കൊരു 1.2 മതി. 1.2 to 1.5 നമുക്ക് ഏത് കൺസിസ്റ്റൻസി വേണോ ആ കൺസിസ്റ്റൻസിൽ എടുക്കുക. ഇനി നമുക്ക് ഗ്ലിസറിൻ ഒരു 9 എടുക്കും. സാന്തങ്കം എപ്പോഴും ഗ്ലിസറിനിലാണ് മിക്സ് ആകുന്നത് നന്നായിട്ട്. അപ്പോൾ ഒരു 9 എടുത്തു. ഇത് നന്നായിട്ട് മിക്സ്. അപ്പം സാന്തങ്കം അറിയാലോ, ഇത് നമ്മൾ തിക്കനിങ് ഏജന്റ് ആണ്. അതുപോലെ ഗ്ലിസറിൻ നമുക്ക് മോയ്സ്ചറൈസിങ് ആൻഡ് ഹ്യൂമറ്റൻ്റ് ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഗ്ലിസറിൻ എടുക്കുന്നത്. അപ്പോൾ ഗ്ലിസറിൻ എടുക്കുമ്പോൾ ഓൾറെഡി നമ്മുടെ സ്കിൻ മോയ്സ്ചറൈസ്ഡ് ആയിട്ടും ക്ലീൻ ആക്കാനും ക്ലെൻസിങ്ങിനും എല്ലാത്തിനും നമുക്ക് നമ്മുടെ ഗ്ലിസറിൻ നല്ലതാണ്. അപ്പോൾ നമ്മളിതിനെ മിക്സ് ചെയ്ത് ഇവിടെ മാറ്റി വെക്കാം. ഇത് നമ്മുടെ ഒരു ശംഖുപുഷ്പത്തിൻ്റെ വാട്ടർ ഡബിൾ ബോയിൽ ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് വേണേൽ ഡയറക്റ്റ് ചെയ്യാം. ഞാൻ ഡബിൾ ബോയിൽ ചെയ്തതേ ഉള്ളൂ. നമുക്ക് മെഷർ ചെയ്തെടുക്കാം. നമുക്ക് വേണ്ടത് 70 ആണ്. അപ്പോൾ അത്രയും മെഷർ ചെയ്ത് നമ്മൾ 80ഓളം എടുത്തത് നമുക്ക് കിട്ടിയേക്കുന്നത് കണ്ടോ. ഞാൻ 80 എടുത്തായിരുന്നു. അത് നമുക്ക് എക്സ്ക്യൂസ് ചെയ്ത് ചൂടാക്കിയപ്പോൾ 72 ml കിട്ടിയിട്ടുള്ളൂ. മാറ്റി വെക്കാം. ഇതിൻ്റെ കളർ കണ്ടോ, ഇത്രയും ഡാർക്ക് കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്കിതിനകത്ത് വേറെ ഒരു കളറും ആഡ് ചെയ്യേണ്ട. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇതിനകത്തോട്ട് ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസി ഈ കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ കളർ യൂസ് ചെയ്യും. ഇനി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മാറ്റി വെള്ളം ആഡ് ചെയ്യണമെങ്കിൽ വെള്ളം ആഡ് ചെയ്യും. അപ്പം ഇതിവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ. അത് ഞാനൊരു വേറൊരു ബീക്കറിലോട്ട് മാറ്റി, കാരണം എനിക്കൊന്ന് സ്പേസ് കിട്ടാൻ വേണ്ടി. എന്നിട്ട് നമുക്ക് ഈ സാന്തങ്കം നമുക്കിതിനകത്തോട്ട് ആഡ് ചെയ്യണം. കംപ്ലീറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സാന്തങ്കം ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കും. അപ്പോൾ ഇത് പതുക്കെ തിക്കായിക്കോട്ടെ. അപ്പോൾ നമ്മുടെ കൺസിസ്റ്റൻസി മാറി ഇങ്ങനെ ആവുന്നുണ്ട്. അപ്പോൾ മിക്സ് ചെയ്യുക നന്നായിട്ട്. ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് നമുക്ക് ഈ കൺസിസ്റ്റൻസിയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനെ മാറ്റി നമുക്ക് ഇതിനകത്തോട്ട് ഇനി കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസ് എ വാട്ടർ ഫേസും സാന്തങ്കം. ഫേസ് എയ്ക്കകത്ത് സാന്തങ്കമും ശംഖുപുഷ്പ എക്സ്ട്രാക്റ്റും ഗ്ലിസറിനും മാത്രമേ വരുന്നുള്ളൂ. ഇനി നമുക്ക് ഫേസ് ബിയിലോട്ട് പോവാം. അവിടെയാണ് നമ്മുടെ സർഫക്റ്റൻസ് യൂസ് ചെയ്യേണ്ടത്. നമ്മളിവിടെ ഉപയോഗിക്കുന്ന സർഫക്റ്റൻസ് എന്താണ്? സർഫക്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ നോയനയനിക് സർഫക്റ്റൻസസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കോക്കോ ഗ്ലൂക്കോസോടും ഡീസൽ ഗ്ലൂക്കോസയും നമ്മൾ ഉപയോഗിക്കാം. നമുക്ക് ഏത് സർഫക്റ്റൻറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മുടെ പ്രോഡക്റ്റിനെ ക്ലെൻസ് ചെയ്യിക്കാനും ഫോം ചെയ്യിക്കാനും ലാദർ ഉണ്ടാകാനും എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു സർഫക്റ്റൻസ് ആണ്. ഇപ്പം നമ്മൾ
നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് വെച്ചിട്ടുണ്ട്. നമുക്കിനിയും അത് ടയർ ചെയ്തിട്ടുണ്ട്. ഇത് വെച്ചിട്ടുണ്ടെങ്കിലും അത് ടയർ ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല. നമുക്കിനി ആദ്യം ഡിസൈൽ ഗ്ലൂക്കോസിൽ ഇടാം. നമ്മളിനി ഇതിനകത്ത് ഡിസൈൽ ഗ്ലൂക്കോസിലാണ് ഇടുന്നത്. അത് നമ്മുടെ സർഫക്റ്റൻ്റ് ആണ്. നമ്മളിതിനകത്തോട് ആഡ് ചെയ്യുവാണ്. 8 ഗ്രാം ആണ് ആഡ് ചെയ്യുന്നത്. 8 ഗ്രാം ആഡ് ചെയ്തു. ഇനി നമുക്ക് അടുത്തത് നമുക്കിനി അടുത്തത് വേണ്ടത് CABP ആണ്. കോക്കോമിലെ പ്രൊപ്പൈൽ ബീറ്റൈൻ ആണ്. അത് നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് CABP 7 ഗ്രാം ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ 100 ഗ്രാം ബാച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ 7 ഗ്രാം ആഡ് ചെയ്തു. അപ്പോൾ ഞാൻ 100 ഗ്രാമിന് 2 വൈറ്റമിൻ ക്യാപ്സ്യൂളായിരുന്നത്. നിങ്ങൾക്ക് വൈറ്റമിൻ ഇ ഓയിൽ ഉണ്ടെങ്കിൽ ഒരു 2 to 3 ഡ്രോപ്സ് മാത്രം ഒഴിച്ചാൽ മതി. ഇത് കോൺസെൻട്രേറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ വൈറ്റമിൻ ഇ ആഡ് ചെയ്തു. പിന്നെ ഞാൻ 2 ഇൻഗ്രീഡിയൻസ് കൂടിയുണ്ട് ഞാൻ ആഡ് ചെയ്യുന്നത്. കുറച്ച് ആൽമണ്ട് ഓയിൽ, 4 to 5 ഡ്രോപ്സ് ആൽമണ്ട് ഓയിൽ ഒഴിച്ചു. പിന്നെ ഞാൻ ഒഴിക്കുന്ന ഗ്രേപ്പ് സീഡ് ഓയിലാണ്. ഞാൻ അതും കുറച്ച് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വാഷ് ഔട്ട് പ്രോഡക്റ്റ് ആണ്. എന്നാലും നമ്മളൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റും ഇതൊക്കെ കിട്ടാൻ വേണ്ടി കുറച്ച് ആഡ് ചെയ്താണ് ഞാൻ ഈ ഫേസ് വാഷ് ചെയ്യുന്നത്. ശംഖുപുഷ്പത്തിൻ്റെ ഗുണങ്ങളെല്ലാം ഉള്ളത് അതുകൊണ്ട്. അപ്പോൾ അതൊന്നുകൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് pH-ഉം ഇതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല കേട്ടോ. നമ്മൾ ഒഴിക്കുന്ന കോക്കോ ഗ്ലൂക്കോസൈഡ് സർഫക്റ്റൻറ്റിനെ വെച്ചാണ് നമ്മൾ pH നോക്കുന്നത്. അപ്പം ഇതിൽ pH ഒന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ നമ്മുടെ ഫേസ് ബിയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മിക്സിങ് ആണ്. മാറ്റിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ 24 hours കഴിഞ്ഞ് യൂസ് ചെയ്തോളൂ. അപ്പോൾ അതിനകത്ത് ഇത്തിരി തിക്കനിങ് ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ സെറ്റിലായിക്കോളും. ഇപ്പോൾ തന്നെ നമുക്കിതിനകത്ത് പതയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കൂളിംഗ് ഫേസിൽ യൂസ് ചെയ്യുന്ന സാധനമാണ്. ഫേസ് സീലാണ്. നമ്മൾ ഇത് നന്നായിട്ട് പതഞ്ഞ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഒത്തിരി അങ്ങ് മിക്സ് ചെയ്യേണ്ട, പത വരും. അപ്പോൾ അത്യാവശ്യം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി അപ്പോൾ ഇതിന് ഇത്തിരി ഒന്ന് തണുക്കണം. കാരണം നമുക്ക് എപ്പോഴും നമ്മുടെ ഫിനോക്സി ഒക്കെ ഇടുമ്പം എപ്പോഴും നല്ല ഒരു തണുപ്പ്. ഫിനോക്സി എഥനോളോ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഒഴിവെടുക്കാം. ഞാൻ ഒപ്റ്റിഫിൻ പ്ലസ് യൂസ് ചെയ്യാം. ഫിനോക്സി എഥനോളുണ്ട്. പിന്നെ നിങ്ങൾക്ക് സോഡിയം ബെൻസോയേറ്റ് യൂസ് ചെയ്യാം. ഇസ്കഗാറുണ്ട്. ഏത് യൂസ് ചെയ്താലും ബ്രോഡ് സ്പെക്ട്രമായിട്ടുള്ള പ്രിസർവേറ്റീവ് യൂസ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ് കണ്ടോ ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി തിക്കായെന്ന് തോന്നിയാൽ നമുക്ക് ഡിസ്റ്റിൽ വാട്ടർ നമുക്ക് ചൂടാക്കിയിട്ട് ആറിയതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ പ്രോഡക്റ്റ് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. നല്ലതായിട്ട് കൂൾ ഡൗൺ ഫേസ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇത് 1.5 നമുക്ക് ഫിനോക്സി ഇതിനോട് മെഷർ ചെയ്തെടുക്കാം. അപ്പം അതും കൂടെ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിലോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഈ തിക്നെസ് ഒന്നും കുഴപ്പമില്ല. ഇത് സെറ്റിൽ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കൺസിസ്റ്റൻസി കിട്ടും. നമുക്കിനി ഇതിൻ്റെ pH ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു 2 ഗ്രാം എടുക്കുക. എപ്പോഴും pH ടെസ്റ്റ് ചെയ്യുന്നത് 2 ഗ്രാമും 8 ഗ്രാം വാട്ടറിലാണ്. നിങ്ങൾ ഡിസ്റ്റിൽ വാട്ടർ തന്നെ നമ്മളതിനെ ചെയ്യണം. 8 ഗ്രാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ pHൻ്റെ കളർ കണ്ടില്ലേ, ഈ 5നും 6നും ഇടയ്ക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫേസ് വാഷ് പെർഫെക്റ്റായിട്ട് നമുക്ക് സ്കിന്നിന് യൂസ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിതിനെ കവർ ചെയ്ത് ഒരു 6 to 7 hours കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് ബോട്ടിലോട്ട് മാറ്റാം. എയർ ടൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ക്ലീൻ ഡ്രാപ്പ് വെച്ച് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റിലായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾ ഈ ക്രീം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന എളുപ്പമുള്ള, അധികം ഒത്തിരി പ്രോഡക്ട്സ് ഒന്നുമില്ല. 2 ഇൻഗ്രീഡിയൻസ് എക്സ്ട്രാ നമുക്കുള്ളൂ. ഡിസൈൽ ഗ്ലൂക്കോസൈഡ് അല്ലെങ്കിൽ കോക്കോ ഗ്ലൂക്കോസൈഡ്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നുള്ളത് CABP. ഇത് രണ്ടുമാണ് നമുക്ക് വെളിയിൽ നിന്നുള്ളത്. പിന്നെ പ്രിസർവേറ്റീവ് നമ്മുടെ കയ്യിൽ സോപ്പ് ഉണ്ടാക്കുന്ന എല്ലാവരുടെയും കയ്യിലും ഫേസ് വാഷ് ഉണ്ടാക്കുന്ന എല്ലാവരും ബേസ് വെച്ച് ഉണ്ടാക്കുന്ന എല്ലാവരുടെയും കയ്യിൽ അതുണ്ടാവും. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണിത്. അപ്പോൾ നമ്മൾ ഈ ബേസ് വാങ്ങിച്ച് ചെയ്യുന്നതിനെക്കാട്ടും നമുക്ക് നല്ലത് കുറച്ചും കൂടെ നമുക്കിപ്പോൾ ബേസിനകത്ത് എന്താ ആഡ് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് നാച്ചുറലായിട്ട് ആൾക്കാർക്ക് കൊടുക്കുകയും ചെയ്യാം, കസ്റ്റമേഴ്സിന് കൊടുക്കുകയും ചെയ്യാം. നമുക്ക് തന്നെ അതിനകത്ത് എന്തൊക്കെ ആഡ് ചെയ്യുന്നൊരു വിശ്വാസമുണ്ട്. അപ്പോൾ നമുക്കിത്ര 100% ഷുവറിൽ നമുക്കിത് സെയിലും ചെയ്യാം. അപ്പം ഇത് നമുക്കൊരു നാച്ചുറൽ പ്രോഡക്റ്റാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് നമുക്ക് തന്നെ അഭിമാനിക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് 100% റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഇതിൻ്റെ കളർ കണ്ടില്ലേ. ഇനി ഇത് ബോട്ടിലോട്ട് ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു 8 hours കഴിഞ്ഞിട്ട്. അപ്പോൾ അത്രയും ഗുണമുള്ള ഒരു ഫേസ് വാഷാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലാസ് എടുക്കണമെന്നോ ക്ലാസ് പഠിക്കണമെന്നോ അത് പഠിച്ചിട്ട് ചെയ്യണമെന്നോ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ വാട്സാപ്പ് നമ്പറിൽ ഞാൻ കംപ്ലീറ്റും ആയിട്ടും ഇത് എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണേൽ എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാനതിന് ഡീപ്പായിട്ട് ഞാൻ ക്ലാസ് എടുത്ത് നിങ്ങൾക്കൊരു ഇൻഡെപ്ത് നോളജ് അതിനെക്കുറിച്ച് കിട്ടിയിട്ട് നിങ്ങൾക്ക് അതിനെ ചെയ്യാൻ പറ്റും. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ തിക്കനായിട്ട് ഞാൻ ഈവനിങ് ചെയ്തിട്ട് വെച്ചിരിക്കുമായിരുന്നു. അപ്പം
നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കണ്ടോ, ഇത് ജെൽ ടൈപ്പാണ് ഫേസ് വാഷ്. അപ്പോൾ നമുക്കിതിനെ ഈ ബോട്ടിലോട്ട് മാറ്റാം. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഫണൽ വഴിയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇത്തിരി തിക്കാണെന്നേ ഉള്ളൂ. അതിരുന്ന് സെറ്റിലാകുമ്പോൾ കുറച്ചും കൂടെ ബോട്ടിലിരുന്ന് സെറ്റ് ആയിക്കോളും. കളർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്തിട്ടില്ല, കാരണം ഇതിന് നാച്ചുറൽ കളറുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്. ഈ ബബിൾസൊക്കെ കുറച്ച് കഴിയുമ്പോൾ സെറ്റിൽ ആയിക്കോളും. അപ്പം എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക. ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. ശംഖുപുഷ്പ വീട്ടിലുള്ളത് ഇതുപോലെ ഡ്രൈ പൗഡർ ഇട്ട് ചെയ്യുക, ഫ്രഷ് ഫ്ലവർ ഇട്ട് ചെയ്യാതെ ഡ്രൈ പൗഡർ ഇട്ട് ചെയ്യുക. അപ്പോൾ നമുക്കത് കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത് നമുക്കൊരു 8 months എന്തായാലും യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരു പ്രിസർവേറ്റീവ് ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ വേറൊരു മെത്തേഡുണ്ട്. ആ മെത്തേഡ് ഞാൻ അടുത്ത വീഡിയോ കാണിച്ചു തരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.